അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവണം. ഉണ്ടാവണ്ടേ? അതിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ സമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണ്. സമൂഹത്തിൽ ഇറങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ പറയേണ്ട വിഷയങ്ങളിലേക്ക് നമുക്ക് എത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഈ ലോക അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഏതാണ്? താജ്മഹൽ. ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, അത് പ്രാക്ടിക്കലാണോ തിയറിയാണോ? ഉറപ്പായിട്ട് പറയാം. ചിലർ പറഞ്ഞത് പ്രാക്ടിക്കൽ തിയറി എന്ന് പറയും. രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്നത് ഏതാണ്? ഉറപ്പാണ്, പ്രാക്ടിക്കലാണ്, തിയറി അല്ല. തിയറി അല്ല. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പ്രാക്ടിക്കലാണോ തിയറിയാണോ? പ്രാക്ടിക്കലാണ്. അത് കണ്ടു വളർന്നവരാ സഹാബികൾ. എന്നതുപോലെ ഈ താജ്മഹൽ ഉണ്ടാക്കിയല്ല, തിയറി ആണെങ്കിൽ അമേരിക്കക്കാരനൊക്കെ ഓരോ രാജ്യത്ത് തിയറി മോഷ്ടിച്ചോണ്ട് പോയി എന്ത് ചെയ്യുന്നത്? ഓരോ താജ്മഹൽ ഉണ്ടാക്കിയിട്ട് പറയാം, ഇനി ആരും ഇന്ത്യയിലോട്ട് പോകണ്ട, നമുക്കിവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെല്ലാം ഉണ്ടാക്കാറുണ്ട്. എന്ത്? അപ്പൊ പിന്നെ അതായത് ഒരു ജീവിതത്തിൽ പിന്നെ സംഭവിക്കാത്ത ഒന്നേ എന്താവത്തുള്ളൂ? അത്ഭുതമാവത്തുള്ളൂ. അല്ലെങ്കിൽ അത്ഭുതമാകുമോ? എന്നും നടക്കുന്ന സംഭവം അത്ഭുതമാകുമോ? അപ്പൊ അത്ഭുതമാകുന്ന എന്തിന്റെ പേരില്ല? പിന്നെ അത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ സംഭവങ്ങളായി മാറണം. ഇൻഷാ അല്ലാഹ് പറയാം, ഓരോ വ്യത്യസ്തമായ സംഭവങ്ങളായി മാറണം. നമുക്ക് മഹല്ലുകളിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അല്ലേ? നമുക്ക് ദുനിയാവും കിട്ടണം, ദുനിയാവിൽ അന്തസ്സ് വേണം, ആഖിറത്തിൽ അന്തസ്സ് വേണം. വേണ്ടേ? അതിനുള്ള പ്രവർത്തനം വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്വയം തീരുമാനിക്കണം. കുറേ ക്ലാസ്സുകൾ കേട്ടെന്ന് പറയുന്നില്ല. നമ്മൾ ആദ്യം ആരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പ്രതിസന്ധികൾ, ഞാൻ ചെറിയൊരു ഉദാഹരണം